RSS നേതാക്കളെ കണ്ട അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യം ഘടകകക്ഷികൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സർക്കാരിന് ഉത്തരമില്ല, മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല, CPM-ന് ഉത്തരമില്ല. അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ 7-8 ദിവസമായി വെച്ച് വൈകിപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതിൽ അവസാനം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് സർക്കാർ. ഈ ചർച്ചയിലേക്ക് വരികയാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസിൽ നിന്ന്, M. ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, CPM ഈ ചർച്ചയിൽ പ്രതിനിധികളെ അയക്കില്ല എന്നാണ് അറിയിക്കുന്നത്. ശ്രീ K. ഗണേഷ് BJP-യിൽ നിന്ന്, ശ്രീ NP ചെക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI-യുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന ലേഖനത്തിൽ CPI നേതാവ് എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ്. അതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനമാണ് ആവശ്യമുള്ളത്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഗതികൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് മുന്നണിയിലെ കക്ഷികളെ ഇപ്പോഴും കൺവിൻസ് ചെയ്യാൻ, സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ, ഇപ്പോഴത്തെ നിലപാട് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്ന മൗലികമായ ചോദ്യം അവിടെ ഉണ്ട്. അപ്പം അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള അമാന്തമുണ്ടോ? 8 ദിവസം എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് അന്വേഷണം ഇങ്ങനെ വൈകിയത്? പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയൊക്കെ വരുന്ന പരാതികളിൽ വളരെ വേഗത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് വീമ്പ് പറയുന്ന സർക്കാർ 8 ദിവസം താമസിച്ചു. ഇനി ഏത് കൈൻഡ് ഓഫ് സ്വഭാവത്തിലുള്ള അന്വേഷണമാണെന്ന് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നു. ആദ്യം ശ്രീ M. ജയചന്ദ്രൻ, ഇന്നത്തെ CPI വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക നമ്മളുടെ ഭരണത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്നത് രാഷ്ട്രീയമായി നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൂടിക്കാഴ്ച നടത്തി എന്നത് നമ്മുടെ മുമ്പിൽ സമ്മതിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് വേണ്ടത് എന്ന് CPI ഓർമ്മിപ്പിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻ CPM-ന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് താങ്കൾ ചോദിച്ചു തുടങ്ങിയത് തന്നെ ശ്രീ പ്രകാശ് ബാബുവിൻ്റെ ഇന്നത്തെ ജനയുഗം എഡിറ്റ് പേജ് ലേഖനത്തെ സംബന്ധിച്ചാണല്ലോ. അത് അത്തരത്തിൽ അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് CPM അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്, അതാണല്ലോ ചോദ്യം. ഇതിൽ CPM ഈ ചോദ്യം അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ കഴിഞ്ഞ 11-ാം തീയതി നടന്ന LDF യോഗത്തിൽ ഇതേ പ്രശ്നം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചതാണ്. മറ്റൊരു രൂപത്തിൽ RJD-യുടെയും വേറൊരു അർത്ഥത്തിൽ NCPയുടെ നമ്മുടെ PC ചാക്കോയും ഒക്കെ ഈ വിഷയങ്ങൾ. ഒരു സെക്കൻഡ്, CM ജയചന്ദ്രൻ, PV അൻവർ MLA, നിലമ്പൂർ MLA ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പരാതിക്കാരൻ കൂടിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അൻവർ, ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ച് പലവിധ സംശയങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് പലരായി ഉയർത്തുന്നുണ്ട്. താങ്കൾ ഇതിലൊരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ്. ശ്രീ അൻവർ, താങ്കൾ വിചാരിക്കുന്നോ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുണ്ട്, എല്ലാ വശങ്ങളും സുതാര്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ താങ്കൾ, അതോ താങ്കൾക്ക് ആശങ്കകളുണ്ടോ? എനിക്ക് ചെറിയ ആശങ്കകളുണ്ട്. ആശങ്കക്ക് അടിസ്ഥാനമുണ്ട്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്, ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാണ് DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ അന്വേഷണം അങ്ങനെ നടക്കുന്നു. പക്ഷേ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാരലൽ അന്വേഷണ സംഘം വേറൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, എനിക്കെങ്ങനെയാണ് ഈ തെളിവുകൾ കിട്ടിയിട്ടുള്ളത്, ആരൊക്കെയാണ് എന്നെയുമായി സഹകരിച്ചത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത് എന്ന് പോലീസ് സേനയിൽ വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ച് പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളുടെ ഗ്രാവിറ്റിയെ കുറിച്ചല്ല അന്വേഷണം നടക്കുന്നത്. കൂടുതൽ ഇതെങ്ങനെ അൻവർ MLA-യുടെ കയ്യിലെത്തി, ഏത് പോലീസുകാരനാ കൊടുത്തത്, ഏത് ഓഫീസിൽ നിന്നാ ചോർന്നത്, അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇതിൽ ആശങ്ക വേണമല്ലോ. ഞാൻ ആശങ്ക അറിയിച്ചു. ADGP അജിത് കുമാർ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിലെ കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ നേരിടുന്ന വിഷയം എന്ന് പറയുന്നത്, എനിക്ക് ആദ്യം കിട്ടിയ തെളിവുകൾക്കപ്പുറം ഒരുപാട് തെളിവുകൾ ഇനിയും സഹകരിക്കേണ്ടതുണ്ട്. അത് തരാൻ തയ്യാററിയുന്ന പലരും ഉണ്ടായിരുന്നു. പലരും ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവരൊക്കെ ഇപ്പോൾ ഒരു ഭയപ്പാടിലാണ്. കാരണം ഈ ചങ്ങാതി കസേരയിൽ ഇരിക്കല്ലേ. ഇവനാണെങ്കിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. ആ ക്രിമിനൽ മൈൻഡിലുള്ള ഒരു ചങ്ങാതി, ഇത്രയും ശക്തവാനായ ഒരു ചങ്ങാതി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന് എനിക്ക് പരിമിതികളുണ്ട്, പ്രയാസങ്ങളുണ്ട്.
ഈ രണ്ട് കാര്യമാണ് ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ശ്രീ അൻവർ, അപ്പോൾ അതായത് ഇദ്ദേഹത്തെ മാറ്റുക എന്ന ആവശ്യം, പല കാരണങ്ങളുടെ പേരിൽ ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് അകത്തും തന്നെ ഉയരുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ താങ്കൾക്കും ഒരു ഞെട്ടലാണോ ഉള്ളത്? അല്ല, എനിക്കതിൽ ഞെട്ടലല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് 1 മാസത്തെ പ്രൈമ ഫേസിയ അന്വേഷിച്ച് റിപ്പോർട്ട് തരാനാണല്ലോ ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞത് ആ മാസത്തെ റിപ്പോർട്ട് വരട്ടെ എന്നാണ്. അതിലൊരു ന്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് സാഹചര്യവശാൽ. പക്ഷേ ഈ പ്രശ്നമുണ്ട്, എനിക്ക് കൂടുതൽ തെളിവുകൾ കൊടുക്കാൻ പറ്റുന്നില്ല. തെളിവുകൾ തരാൻ തയ്യാറായിരുന്നത് ഭയപ്പെട്ടിരിക്കുകയാണ്. അത് ഈ കേസ് അന്വേഷണത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോയിന്റ് ശരിയാണ്. അതായത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരണമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രധാനപ്പെട്ട കസേരയിൽ നിന്ന് മാറ്റി വേറെ ചുമതല ഏൽപ്പിക്കാൻ അത്തരം നിയമ റിപ്പോർട്ടുകളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നേരത്തെ CPI ആവശ്യപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തുകൂടെ ഈ ലോ ആൻഡ് ഓർഡർ കസേരയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ വേറെ ചുമതല ഏൽപ്പിക്കാമല്ലോ? അതിന് റിപ്പോർട്ട് വരാൻ കാക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെയും റീസൺ ഉണ്ട്. RSS നേതാക്കളെ കണ്ടു എന്നുള്ള റീസൺ പോലും ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും നടക്കാത്ത ശ്രീ അൻവർ? അല്ല, അത് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ഈ പറയുന്ന ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ടീമിനെ RSSനെ പോയി അദ്ദേഹം കണ്ടു എന്നത് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. അത് തന്നെ മതിയല്ലോ റീസൺ. മാത്രമല്ല, അദ്ദേഹം ഒരു പബ്ലിക് പ്ലേസിലാണ് ഒരു RSS ലീഡറെ കാണുന്നതെങ്കിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. എത്രയോ നേതാക്കന്മാരെ കാണുന്നുണ്ട്. ഇത് രാത്രിയുടെ മറവിൽ സ്വന്തം ഒഫീഷ്യൽ വാഹനം മാറ്റി സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി തലയിൽ മുണ്ടിട്ട് ഒരാളും അറിയാതെ സ്വകാര്യമായി ഒരു സ്വകാര്യ കേന്ദ്രത്തിൽ പോയി അദ്ദേഹം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇതിൽ ഏറ്റവും വലിയ റീസൺ അല്ലേ? പിന്നെ അദ്ദേഹത്തെ ആ സീറ്റിൽ ഇരുത്തുന്നതിൽ എന്ത് ശരിയാണുള്ളത്? അത് ആ അർത്ഥത്തിൽ അത് ശരികേട് തന്നെയാണ്. അതിലൊരു തർക്കമില്ല. അത് ഇവരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ അൻവർ, നിങ്ങളുടെ സർക്കാരിന് ആ ശരികേട് മുന്നോട്ട് നിലനിർത്താൻ വരുന്ന സമ്മർദ്ദം എന്തായിരിക്കും ചോദിക്കാൻ. നിങ്ങളോടല്ല നമുക്ക് ചോദിക്കാനുള്ളൂ. അതെനിക്കറിയില്ല. അതൊക്കെ ഇപ്പൊ എന്താ പറയാ, നമ്മളെല്ലാരും സാധാരണ ഭക്ഷണം കഴിക്കുന്ന 1.5 കോടി ജനമാണല്ലോ ഈ നാട്ടിലുള്ളത്. അവരുടെ ഒരു മനോഗതത്തിന്റെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ജനിപ്പിക്കാൻ മാത്രമല്ലേ ഇത് ഈ ഒരു നിലപാട് സഹായിക്കുള്ളൂ. എന്തിനാണ് അങ്ങനെ സംശയം ജനിപ്പിക്കാന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നത്? അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റിയിരുത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. ഓക്കെ, ഒറ്റ കാര്യം കൂടി ഇതിനകത്ത്. താങ്കൾ പറഞ്ഞ പോലെ താങ്കൾക്കെതിരായിട്ടൊരു അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പം DGPയുടെ നേതൃത്വത്തിലൊരു ടീം ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതിനകത്ത് പ്രോപ്പർ വഴിയിലൂടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതോ അതിനകത്തും ഈ അജിത് കുമാറിനോടൊരു ഫേവറബിളായ സമീപനം ഉണ്ടോ എന്നൊക്കെ സംശയമോ ആശങ്കയോ ഉണ്ടോ? അല്ല, അതിലും എനിക്ക് ആശങ്കയുണ്ട്. അതൊരു ഒരു തണുപ്പൻ രീതിയിൽ കാണുന്നുണ്ട്. അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊന്നും എനിക്ക് ഇപ്പൊ ഒരു നിലക്കും പറയാൻ കഴിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് വെരി സ്ലോലി. ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ തെളിവുകൾ കൊടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ആളുകളെടുത്തൊന്നും ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു വിളിപ്പിക്കലോ സംസാരിക്കലോ ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല. ഓക്കെ, പാർട്ടി താങ്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ വിഷയത്തിൽ? താങ്കളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ, വിശ്വാസത്തിലെടുക്കാൻ? പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ സംസാരിക്കും. ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് ഉറച്ച നിലപാടല്ലേ. ഇങ്ങനെ ക്രിമിനലുകൾ ഈ സംവിധാനത്തിലുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്ത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയല്ലേ പാർട്ടിയുടെ നിലപാട്. അതിലൊന്നും തർക്കമില്ലല്ലോ. അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്റെ അറിവ് ഞാൻ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. താങ്ക് യു CPV അൻവർ, താങ്കളുടെ ഈ പ്രതികരണത്തിന്. ശ്രീ ജയചന്ദ്രൻ, അൻവർ പറയുന്നത് കേൾക്കും. അൻവറാണ് ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ മാറ്റാനുള്ള തടസ്സം എന്താണ് എന്നാണ്. എന്ന് വെച്ചാൽ CPI ചോദിക്കുന്ന അതേ ചോദ്യം അൻവറും ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റി വേറൊരു പദവിയിൽ വെക്കാൻ അച്ചടക്ക നടപടിയെക്കുറിച്ചല്ല. എന്താണ് തടസ്സം? ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള തടസ്സം എന്താണെന്ന് സഖാക്കൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതെ, പിന്നെ ചോദ്യം എന്നോടല്ലേ? യെസ്. ഹലോ. അതെ, ശ്രീ PV അൻവർ MLA പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാനല്ല, എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പ്രതികരിക്കാൻ സാധിക്കും എന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന വിഷയം ശ്രീ പ്രകാശ് ബാബുവിൻ്റെ ആണല്ലോ. അപ്പോൾ പിന്നെ LDF യോഗത്തിൽ CPIയും NCPയും RJDയും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ബാക്കിയുള്ളവരും ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒടുവിൽ എൻ്റെ കൺക്ലൂഷനായിട്ടും ആൻസറായിട്ടും മുഖ്യമന്ത്രിയാണ് പറയുന്നത്
പിന്നെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഈ വിഷയം കൂടെ ഏതാണ് ADGPയുടെ ദത്താത്രേയ ഹൊസബോളയായിട്ടുള്ള സന്ദർശനത്തിൻ്റെ ആ കാര്യം കൂടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ആ തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊന്ന്, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മീഡിയ വൺ ലേഖകൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, വിജിലൻസ് അന്വേഷണം MR അജിത് കുമാറിനെതിരെ. അത് 7-8 ദിവസമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിടക്കുകയാണ്, ഇന്ന് തീരുമാനമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. എനിക്കതിനോട് നിഷാദെ ഒരു കാര്യം പ്രതികരിക്കാനുള്ളത്, അങ്ങനെ ഈ 7-8 ദിവസമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു ഫയൽ കെട്ടിക്കിടക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ഞാനും എൻ്റേതായ നില അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനത്തെ ഫയലൊന്നുമല്ല, ഒരു ഫയലും കെട്ടിക്കിടക്കാത്തൊരു ഓഫീസാണ് മുഖ്യമന്ത്രിയുടേത്. അത്തരത്തിൽ പുള്ളി അദ്ദേഹം ജോലി ചെയ്താണ് ഫയലുകൾ തീർപ്പാക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് 8 ദിവസം കൊണ്ട് അവിടെ ഇങ്ങനൊരു DGPയുടെ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കാത്ത് കിടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് പറഞ്ഞാൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിയല്ല, അതിൻ്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണ്. അല്ല, മുഖ്യമന്ത്രി LDF യോഗത്തിൽ ആ കാര്യം കൂടി അന്വേഷിച്ച് നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞല്ലോ. അല്ല, അത് ലോജിക്കൽ അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തിനാണ് RSSകാരെ അടിക്കടി കാണാൻ പോകുന്ന ഒരാൾക്കെതിരെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പോലീസ് എൻക്വയറിയുടെ, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രസക്തി എന്താണ്? ശ്രീ ജയചന്ദ്രൻ, പോലീസ് എന്താണ് അന്വേഷിക്കാനുള്ളത് അതിനകത്ത്? RSSകാരെ പോയി കാണണ്ട എന്നാണ് CPM-ന്റെ നയം. CPM-ന്റെ RSSകാരെ കാണണ്ട എന്നാണ്. കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞാൽ തീരുമാനം എടുക്കാൻ പറ്റും നമുക്ക്. അല്ല, താങ്കൾ പറഞ്ഞോളൂ. അല്ല, താങ്കളത് പറഞ്ഞോളൂ. പക്ഷേ അതിൻ്റെ മറുപടി മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് മാത്രമല്ല, അതിനുശേഷം LDF കൺവീനർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വിശദീകരിച്ചല്ലോ, കണ്ടതിനല്ല, കാണുന്നത് കൊണ്ടുമല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അന്വേഷണത്തിനായി. എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ CPIക്കും നിങ്ങൾക്കും 2 നിലപാടാണ്. എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ CPIക്കും CPM 2 നിലപാടാണ്. കാണുന്നതേ പ്രശ്നമാണ്, അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്നാണ് CPIയും RJD ഒക്കെ മുന്നോട്ട് വെക്കുന്ന നിലപാട്. കണ്ടോട്ടെ, ഇനിയും കണ്ടോട്ടെ, വേറെ വല്ല ഗുരുതര സംഗതിക്കുമാണ് കണ്ടതെങ്കിൽ മാത്രം നടപടി എടുത്താൽ മതി എന്നതാണ്. എന്ന് വെച്ചാൽ NK പ്രേമേന്ദ്രൻ നോക്കൂ, ഒരു പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പോയി ഭക്ഷണം കഴിച്ചത് മൊത്തം കുഴപ്പമാണ് എന്ന രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPM. ഇവിടെ അവരുടെ കീഴിലുള്ള ADGP അജിത് കുമാർ RSSകാരെ കണ്ടോട്ടെ, ഇനിയും കണ്ടോട്ടെ, കാണുന്നത് വേറെ വല്ല ഗൂഢാലോചനയ്ക്കാണെങ്കിൽ മാത്രമേ നടപടിയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടൊന്നുമില്ല, കേവലമായ നിയമസാങ്കേതികത മാത്രമേ നിങ്ങൾ പരിഗണിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു മൃതരൂപിയായ സർക്കാരായിട്ട് പോകാനാണ് ആലോചിക്കുന്നത് മാർക്സിസത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ. അല്ല, ഈ താങ്കളുടെ വാക്കുകൾക്ക് മാർദ്ദവമില്ലാത്തതിന് ഞാനല്ലോ സമാധാനം പറയേണ്ടത്. താങ്കൾ തന്നെയാണ് തീരുമാനമെടുത്ത് അത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത്, മൃതരൂപിയായ സർക്കാർ എന്നൊക്കെ. പക്ഷേ അത്തരം ഒരു അഭിപ്രായം CPIക്കില്ല, RJDക്കോ NCPക്കോ മറ്റ് കക്ഷികൾക്കോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലുമില്ല. ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ അവർ LDF യോഗത്തിൽ ഒരു അവ്യക്തതയുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആശയവിനിമയം നടന്നിട്ടുണ്ട്. തീരുമാനം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നിലപാട് അറിയിച്ചു. അത് തീരുമാനമായിട്ട് എടുക്കുന്നുവെന്ന് LDF കൺവീനർ പറഞ്ഞു, മാധ്യമങ്ങളത് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കാണുകയും വായിക്കുകയും ചെയ്തതുപോലെയും പ്രകാശ് ബാബുവിൻ്റെ ഇക്കാര്യത്തിലുള്ള വിമർശനം ലേഖനമായി അവരുടെ മുഖപത്രത്തിൽ വരുന്നു. അങ്ങനെ വരുന്നത് ശരിയാണോ, അത് ഉചിതമാണോ എന്നുള്ളത് അതിൻ്റെ ഔചിത്യം അവരാണ് ചിന്തിക്കേണ്ടത്. അത് അവർക്കത് ശരിയാണെന്ന് തോന്നുന്നുകൊണ്ടായിരിക്കുമല്ലോ പാർട്ടി മുഖപത്രത്തിൽ അത് കൊടുത്തത്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അത്തരത്തിലുള്ള അഭിപ്രായമുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് എവിടെ ഇതുവരെ ഈ കഴിഞ്ഞ 8 ദിവസങ്ങളിലായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായമുണ്ടോ എന്ന് പിന്നീട് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുമ്പോഴേ മനസ്സിലാക്കാനും കഴിയൂ. ഏതായാലും NCPയുടെയോ RJDയോടെയോ അന്ന് പങ്കെടുത്ത LDF യോഗത്തിൽ പങ്കെടുത്ത കക്ഷികളുടെ നേതാക്കളാരും ആ കക്ഷികളുടെ നേതാക്കളാരും ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായം പരസ്യമായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ LDFൽ എന്താണോ ഉണ്ടായ തീരുമാനം, ആ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് എത്രയും വേഗം നടപ്പിലാവണം. അതാണ് പ്രകാശ് ബാബുവിൻ്റെ ലേഖനം വായിക്കുമ്പോഴും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റ് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ADGP അജിത് കുമാർ കണ്ടത് തൻ്റെ കുടുംബപരമായ കാര്യത്തിലാണോ, മക്കളുടെ കാര്യത്തിലാണോ, എന്തിനാണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണം. അത് തീരുമാനം അക്കാര്യത്തിൽ ഉടനെ ഉണ്ടാകുമായിരിക്കും, അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നും പ്രകാശ് ബാബു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ തീരുമാനം ഈ സംശയത്തിന്റെ ഇതിനകത്ത് കിടക്കുകയാണല്ലോ. ഈ സർക്കാർ അതിന് ഡാമേജ് അനുഭവിക്കല്ലേ. അപ്പോൾ ADGP അജിത് കുമാറിനോട് ഇതൊക്കെ ചോദിച്ചറിയാനൊക്കെ വല്ല സമയമുണ്ടോ? ആകെ ഇതിനകത്ത് ജയചന്ദ്രൻ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? അജിത് കുമാറിനെ വിളിച്ചിട്ട് അങ്ങ് എന്തിനാണ് കാണാൻ പോയെന്ന് ചോദിക്കാനേ പറ്റൂ. വേറെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ സാധ്യമല്ല, വേറെ ഒരു അന്വേഷണവും ഇതിൽ സാധ്യമല്ല. ബാക്കി അന്വേഷണം എന്നൊക്കെ പറയുന്നത് പറ്റീരാണ്.
അന്വേഷിക്കാൻ കഴിയുന്ന ഏക കാര്യം അജിത് കുമാറിനെ വിളിച്ച് താങ്കൾ എന്തിനു പോയി ചോദിക്കാനാണ്. അദ്ദേഹം വ്യക്തിപരമെന്ന് പറയുകയും ചെയ്യും. അതിനപ്പുറം ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബാക്കിയൊക്കെ ഇതിൽ അന്വേഷണം നടക്കുന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. വേറെ എന്ത് അന്വേഷണമാണ്? വേറെ ഏത് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്താൻ പറ്റുക? അല്ല, അത് താങ്കളുടെ ജഡ്ജ്മെൻ്റ് അല്ലേ, താങ്കളുടെ വിധിന്യായമാണത്. അത്തരം വിധിന്യായങ്ങളിൽ വിശ്വസിക്കാത്ത ആളുമാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതിൽ താങ്കളാ പറയുന്നതിൽ ജഡ്ജ്മെൻറ്റിൽ യാതൊരു വിശ്വാസവുമില്ല. അതേസമയം മുഖ്യമന്ത്രി LDF യോഗത്തിൽ അങ്ങനെ ഉറപ്പ് കൊടുത്തു എന്ന് LDF കൺവീനർ പറഞ്ഞതിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ആത്മഹത്യാപരമായ സമയമെടുക്കലാണെന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് സമയമെടുത്തു. വളരെ പെട്ടെന്ന് തീരുമാനിക്കാമായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ പലർക്കെതിരായിട്ടുള്ള പരാതിയിൽ വളരെ വേഗത്തിൽ തീരുമാനമെടുത്തു. ഇതിപ്പോ ഓക്കെ, ഫൈനലി തീരുമാനമെടുത്തു. ഇപ്പോഴും ഇതിൽ അൻവർ അടക്കം പറയാണ് അജിത്തിനെ പ്രധാനപ്പെട്ട കസേരയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന്. സത്യത്തിൽ ഇങ്ങനെ സ്വന്തം കോമ്രേഡ്സിന് പോലും പൂർണ്ണമായും ദഹിക്കാത്ത ഇത്തരം നയപരിപാടികളും നിലപാടുകളും സമീപനമായിട്ട് മുന്നോട്ട് പോകാൻ ഇവരെ നിർബന്ധിക്കുന്ന, ഗത്യന്തരമില്ലാതാക്കുന്ന ഈ ഫാക്ടേഴ്സ് എന്തായിരിക്കും ശ്രീ ചെക്കുട്ടി? ADGP അജിത് കുമാർ എന്തിനു പോയി, ആർക്ക് വേണ്ടി പോയി തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ പല നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെയുള്ള ഒരാളെ ഏതൊക്കെയോ തരത്തിലുള്ള ചില പ്രത്യേക അജണ്ടകളുമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ കക്ഷികൾക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ, ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള സ്ഥലത്ത് നിർത്താൻ പാടില്ല എന്നാണ് CPI പറയുന്നത്. അത് വളരെ ന്യായമായിട്ടൊരു ആവശ്യമാണ്. കാരണം കേരളം പോലൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കക്ഷിയോടോ ഒരു സമുദായത്തോടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ അമിതമായിട്ട് ആഭിമുഖ്യമുള്ള ഒരാളെ നമ്മൾ വളരെ സുപ്രധാനമായ ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിർത്തില്ല. ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതല്ല. അപ്പം നേരത്തെ തന്നെ ഈ പിണറായി വിജയൻ ആദ്യം സർക്കാർ വന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന DGP നമ്മുടെ സെൻകുമാർ നമുക്ക് പല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം, പക്ഷെ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചില അഭിപ്രായങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയനുള്ള ചില മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ രാംമാധവനെ പോയി കണ്ടു, പിന്നെ ഹൊസവലയെ പോയി കണ്ടു, ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് അദ്ദേഹം തന്നെ സമ്മതിച്ചുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ ഈ പറയുന്ന വളരെ ക്രിട്ടിക്കലായിട്ടൊരു പൊസിഷനിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഒരു പ്രയാസമില്ലാത്ത കാര്യം മാത്രമല്ല, ചെയ്യേണ്ടതുമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത ഒരാളെ അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരുത്താൻ പാടില്ല. നേരെ വെച്ച് അദ്ദേഹം ADGP ഇൻ്റലിജൻസോ വല്ലതും ആണെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ആവശ്യത്തിനുമായി പോയി കണ്ടു എന്ന് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചുമതലയിൽ ഇരിക്കുന്ന ആൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അദ്ദേഹം മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സമുദായ നേതാക്കളെയും സ്ഥിരമായി പോയി കാണുന്ന ആളാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, CPI ഉന്നയിക്കുന്ന പ്രശ്നം വളരെ ലളിതമാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമുള്ള വിഷയമല്ല. കാരണം സർക്കാർ ധാരാളം ഓഫീസർമാരെ മാറ്റുന്നുണ്ട്, ധാരാളം ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ മാറ്റുന്നതിന് ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ട്രാൻസ്ഫർ മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടതുള്ളൂ. അങ്ങനെ തീരുമാനമെടുക്കാതിരിക്കുന്നത് വഴി ഏതൊക്കെയോ നിലയിൽ സർക്കാർ ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണ്, ഏതൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സർക്കാരിന് അലട്ടുന്നുണ്ട് എന്നുള്ള ഒരു വിഷയമാണ്. അത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ആരോപണമാവും, പാർട്ടിയുടെ കുറിച്ചുള്ള ആരോപണങ്ങളാവും. അതൊക്കെ പൊതുസമൂഹത്തിനകത്ത് ആ തരത്തിലൊരു ചിന്തയുണ്ടാവുന്നത്, ആ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുന്നത് ഒരിക്കലും സർക്കാരിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നതല്ല. അത് വിശദീകരിക്കാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. അല്ല ശ്രീ ഗണേഷ്, നിങ്ങളും മിണ്ടുന്നില്ല, സർക്കാരും മിണ്ടുന്നില്ല, അജിത് കുമാറും മിണ്ടുന്നില്ല. ഈ കൂടിക്കാഴ്ച എന്തിനാണെന്ന് അപ്പം മൊത്തത്തിൽ സംശയമാണല്ലോ. നിങ്ങൾ എന്തിനാണ് ഇത്തരം ദുരൂഹമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് പുറത്തു പറയാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ഈ കൂടിക്കാഴ്ചകൾ ഇല്ല. അങ്ങനൊരു കൂടിക്കാഴ്ചയെ അല്ലല്ലോ. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചിട്ട് നമ്മൾ RSS നേതാക്കന്മാരോ BJP നേതാക്കന്മാരോ അങ്ങോട്ട് പോയി കണ്ടതല്ലല്ലോ, ഇങ്ങോട്ട് വന്ന് കണ്ടുവെന്നല്ലേ പറയുന്നത്. അതിനെക്കുറിച്ചല്ലല്ലോ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചത് RSS നേതാവിനെ കണ്ടു എന്നതിൻ്റെ പേരിലല്ലല്ലോ. അന്വേഷണം ഇവിടെ അന്വേഷണ പരിധി വരേണ്ട കണ്ട നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാമല്ലോ. അന്വേഷണ പരിധിയിൽ വരുമോ വരില്ല എന്ന കാര്യം. കാരണം അതൊരു വിഷയമേ അല്ല. ഇവിടെ എന്താ വിഷയം? ഇവിടെ ADGP അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചത് നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കപ്പെടണ്ടേ? അത് അന്വേഷിക്കപ്പെടണം. അത് തന്നെ ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ പറഞ്ഞത്. ഇതിന് മുഖ്യമന്ത്രി ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. ഇത് ADGPക്കെതിരെ മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച അൻവറിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അൻവറിയുടെ ഫോൺ ചോർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു സൂപ്പർ DGP ചമഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അൻവർ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോലും ഫോൺ ചോർത്തി എന്നാണ് പല തിരുവനന്തപുരത്തേക്ക് മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താ PV അൻവറിനെതിരെ അന്വേഷണം നടക്കേണ്ടതില്ലേ?
അന്വേഷണം നടക്കണം. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ CPM നേതാവായിട്ടുള്ള ജയരാജൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ കാര്യം, അത് PV അൻവർ ആയാലും ജലീലായാലും ഇത്തരത്തിൽ PTI റഹീമിനെ പോലെയുള്ള ആളുകളായാലും ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൽ CPM-നെ വകഞ്ഞു മുറുക്കുകയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിരോധിക്കപ്പെട്ട ഇസ്ലാമിസ്റ്റ് സംഘടനകളിൽ നിന്നുള്ള ആളുകൾ CPM-ലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിൽ അവിടുത്തെ ഹിന്ദു നേതാക്കന്മാരായിട്ടുള്ള CPM ഹിന്ദു നേതാക്കന്മാർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. VS അച്യുതാനന്ദൻ മുതൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജയരാജൻ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. ഹിന്ദു നേതാക്കളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഒരു ടെർമിനോളജീസ് ആണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾ എന്തിനാണ്, നിങ്ങളുടെ ഭരണമുള്ള സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ ഇത് ലെഫ്റ്റ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥരെ വന്ന് ആരും അറിയാതെ കാണുക, എന്തിനാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ടില്ല എന്ന് ആദ്യം കളവ് പറയുക, എന്തിനാണ് കണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ജെനുവിനായ ഒരു റീസൺ പറയാതെ ഉരുണ്ട് കളിക്കുക, വേറെ എന്തൊക്കെയോ കാർഡ് പറയുക. നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഭരണമില്ലാത്ത നാട്ടിലെ ഉദ്യോഗസ്ഥരെ വന്ന് രഹസ്യമായി കാണുന്നത്? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ എന്ത് ഏർപ്പാടിനാണ് എന്ന് നിങ്ങൾക്ക് പറ. നിഷാദേ, ഞാൻ പറഞ്ഞു നിങ്ങളോട് വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി കണ്ടു എന്നാണ് നിങ്ങൾ വീണ്ടും പറയുന്നത്. അങ്ങോട്ട് വന്ന് കണ്ടു എന്ന് ഏതെങ്കിലും പറഞ്ഞോ? ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷണ ഏജൻസികൾ പറഞ്ഞോ? ഒന്നുമില്ല. തിരിച്ചു വന്ന് കാണുകയാണ് ചെയ്തത്. അപ്പോൾ വന്ന ആൾക്കാർ പറയട്ടെ എന്തിനാ വന്നതെന്ന്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനല്ലേ, പറയട്ടെ. മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത്, ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. ഞങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. വന്നതെന്ന് പറഞ്ഞുള്ളൂ. അത് പറയാൻ കാരണം ഈ അടുത്ത കാലം ആദ്യം എന്തായിരുന്നു പ്രചരണം? ഇവിടുത്തെ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ പ്ലാനിങ് നടന്നു എന്ന് പറഞ്ഞു. അതിനനുബന്ധിച്ച് എന്തിനാണ് ഒരു വർഷം മുന്നേ പോയി കണ്ടു? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെയുള്ള RSSന്റെയും BJPയുടെയും ദേശീയ ആളുകൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല ആളുകളെയും കാണും. കാരണം ആളുകളുമായി സംസാരിക്കും, സമ്പർക്കം ചെയ്യും, അവരുമായിട്ട് ബന്ധം പുലർത്തും. അത് സ്വാഭാവികമാണ്. അത് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് എല്ലാ കാലഘട്ടത്തിലും നടക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ ഗണേഷ്, ഇപ്പോൾ നോക്കൂ, ഇതിപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് അജിത് കുമാർ. വേറെ ക്രിമിനൽ ആരോപണം, അതും അന്വേഷണം നേരിടുകയാണ്. അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ജിൻഡോ ജോണിന്റെ കക്ഷിക്കുണ്ട്, അവരുടെ പ്രതിപക്ഷ മുന്നണിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ? അല്ല, ഞങ്ങൾ ആദ്യമേ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. ഈ അജിത് കുമാർ ഈ മുഖ്യമന്ത്രിക്ക് കീഴിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ സമരത്തിന് ഇറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ ഇത്തരത്തിലുള്ള കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി? ഞാൻ ചോദിക്കട്ടെ, ഇതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്ത് നടത്തിയത്? ഞങ്ങൾ അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ, P ശശി അടക്കമുള്ളവർ. ആരാ? BJP അല്ല ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഭരണപക്ഷ, അതായത് CPM-ന്റെ ഒരു MLA തന്നെ, CPM-ൽ നിന്നുള്ള ഭരണത്തെ പിന്താങ്ങുന്ന ഒരു MLA തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, തിരിച്ചും അന്വേഷണം വേണം. നിങ്ങൾ ഒറ്റ കാര്യം അൻവറിനെതിരെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അതെന്താ അവിടെ ചർച്ച ചെയ്യപ്പെടാത്തത്? തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം, കള്ളക്കടത്ത് സംഘടനകളുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് MLA എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നത്? എന്തിനാണ് CPM ഇരിക്കുന്നത്? ഒറ്റ കാര്യം കൂടി. പിന്നെ ഇവിടെ ഈ പ്രകാശ് ബാബു എഴുതിയതിനെ കുറിച്ചോ എന്ത് വിലയായിരിക്കും CPM കൊടുക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രകാശ് ബാബുവിന് പാർട്ടിയിൽ തന്നെ എന്താണ് വില എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ CPM എന്ത് വില കൊടുക്കുമെന്ന് മാത്രം അങ്ങനെ ഒരു അഭിപ്രായം കൂടിയുണ്ട്. അല്ല, ഡോക്ടർ ജിൻഡോ ജോൺ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാരിന് അന്വേഷിക്കാൻ എന്തോ ഭയം എന്നൊക്കെയുള്ള മറ്റുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നല്ലോ. അതായത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റേ ക്രിമിനൽ ഓഫൻസിനെ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷിക്കാൻ വേറെ ഒരു സംഘമുണ്ട്. RSS ബന്ധം അന്വേഷിക്കുന്നുണ്ട്. എല്ലാത്തിനും വളരെ ചുരുങ്ങിയ സമയം വെച്ചിട്ടുള്ള 1 മാസത്തെ സമയം. എല്ലാം സർക്കാർ അന്വേഷിക്കുകയാണ്. നിങ്ങൾ തൃപ്തരാണോ? നിഷാദെ, ഇത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ADGP MR അജിത് കുമാർ അതേ സ്ഥാനത്ത് തന്നെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP ആയിട്ട് നിലനിൽക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഈ അന്വേഷണത്തിൽ യാതൊരു ആത്മാർത്ഥതയും വിശ്വാസ്യതയും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ DGP ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് ഇത്രയും ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വേണ്ടത്ര തെളിവുകൾ നശിപ്പിക്കാനായിരിക്കും ഈ ഗ്യാപ്പ് എടുത്തത്. ഞാനിവിടെ ചോദിക്കുമെന്ന് വേറൊരു ആംഗിളിൽ നിന്നാണ്. ഇവിടെ ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടതിനെ കുറിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തൃപ്തിയില്ല. CPIയുടെ സംസ്ഥാന കൗൺസിലിന് തൃപ്തിയില്ല. ഘടകകക്ഷി നേതാക്കന്മാർക്ക് തൃപ്തിയില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിനും പ്രതിപക്ഷത്തിനും ആർക്കും തൃപ്തിയില്ല. എന്തിന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അൻവറിന് പോലും തൃപ്തിയില്ല. പക്ഷേ അൻവറിന്റെ വിലാപം കേട്ടാൽ നമുക്കൊക്കെ തോന്നുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഏതോ കൽപ്രതിമയാണെന്നാണ്. അൻവർ പിന്താങ്ങുന്ന പിണറായി വിജയനാണ് ഈ പറഞ്ഞ ADGP MR അജിത് കുമാറിനെ ഈ നിമിഷം വരെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴും അദ്ദേഹം ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എന്നുള്ള പോർട്ട്ഫോളിയോയിൽ നിൽക്കുകയാണ്. അപ്പോൾ അൻവർ കരയുന്ന കേട്ടാത്തൊന്നും വേറെ ആരോ ആണ് ഈ ചുമതലയിൽ നിൽക്കുന്നത്. അൻവറിന്റെ മുഴുവൻ പ്രഖ്യാപനം പിണറായി വിജയനെതിരെ അല്ല, മറ്റാർക്കോ എതിരെയാണെന്ന് തോന്നും. അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ എന്ന് നമ്മളാണ് തെറ്റിദ്ധരിച്ചത്. 12 ഉപദേശകരുള്ള പിണറായി വിജയന്റെ തലവനാണ് ADGP MR അജിത് കുമാർ. അതുകൊണ്ടാണ് ഈ അന്വേഷണമൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. ഇവിടെ LDFന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്ന സഹയാത്രികൻ പറയുന്നത് ഫയലുകൾ ഒന്നും മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കെട്ടിക്കിടക്കുന്നില്ല. ചിലപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ടായിരിക്കും ഇത്രയും ദിവസത്തെ ഒരു സമയം കാലതാമസം എടുത്തത്. കാരണം കേരളത്തിന്റെ DGP അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഓർക്കുന്നത്. പിന്നീട് എങ്ങും ആ മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പോലും അയാൾ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇത്രയും സമയമെടുത്തത് ഫയലുകൾ കെട്ടിക്കിടക്കുന്നില്ല, പകരം ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ടായിരിക്കാം. എത്ര ദിവസമായി CPMന്റെ പ്രതിനിധികൾ കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാതെ എണ്ണ വീണ തിണ്ണയിൽ നിന്ന് നിറങ്ങുന്നത് പോലെ ഇത്തരം സഹയാത്രികരെ വിട്ട് ഈ മെഴുകി അവശതയാകാൻ വേണ്ടിയിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അഭിപ്രായം പറയാൻ പോലും പറ്റാത്തത്ര വലിയ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് RSS നേതാക്കന്മാരെ ക്രമസമാധാന പാലനയുള്ള ADGP പോയി കണ്ടതിനെ തുടർന്ന് ഉണ്ടായത്. CPMന്റെ ഒരു നേതാവിന് പോലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നേരെ നിവർന്ന് നിന്ന് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവര് ഈ സഹയാത്രികൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുടുംബപരമായ കാര്യങ്ങൾക്കായിരിക്കാം കണ്ടതെന്ന്. എന്ത് കളസമിട്ട് ദണ്ഡ ചുരുട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യം സംസാരിക്കാനാണോ ADGP പോയത്? അത് RSS നേതാക്കന്മാരെ തുടർച്ചയായി പോയി കാണുന്നത്. ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGP ഇത്തരം നേതാക്കന്മാരെ കണ്ടത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയണം. ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് പോകാമായിരുന്നല്ലോ, അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് മറച്ചു വെച്ചു? അപ്പൊ സ്വകാര്യ സന്ദർശനം. ഈ ADGPക്ക് RSSന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് എന്ത് സ്വകാര്യ ബന്ധമാണ് ഉള്ളതെന്ന് പരിശോധിക്കാൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ ADGP പോയത് സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിനല്ല, പിണറായി വിജയന്റെ സ്വകാര്യ ആവശ്യത്തിനാണ് എന്ന് നമ്മൾ സംശയിക്കണം, അത് തന്നെ വിശ്വസിക്കണം. ഇനി BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, RSSനെ കണ്ടത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന്. എത്ര ആത്മവിശ്വാസത്തോടെയാണ് ഗണേശ കാര്യം പറയുന്നത്? കാരണം അന്വേഷിക്കില്ല എന്ന് പൂർണ്ണ ഉറപ്പ് പിണറായി വിജയൻ നിന്ന് കിട്ടിയിട്ടുണ്ടാകും BJP നേതാക്കന്മാർക്ക്. RSS നേതാക്കന്മാർക്ക് കണ്ടില്ല എന്ന് RSS നേതാക്കന്മാർ നുണ പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ പറയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഇവിടെ സമ്പർക്കം നടത്തുമത്രേ. RSS നേതാക്കന്മാർക്ക് കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുമായിട്ട് എന്ത് രഹസ്യ സമ്പർക്കമാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നേ. ഞങ്ങൾക്ക് അറിയണം. ഗാന്ധി വധത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന, ഈ രാജ്യത്ത് ആയിരക്കണക്കിന് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത RSS പോലെ ഒരു സംഘടന, ഗൂഢമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ നേതാക്കന്മാരെ ഈ സംസ്ഥാനത്തെ ADGP പോയി കണ്ടത് എന്ത് രഹസ്യ സംഭാഷണം നടത്താനാണ്, എന്ത് സ്വകാര്യതയാണ് അതിനുള്ളതെന്ന് ഞങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഈ ADGPയുടെ കാക്കി നിക്കറ്, കാക്കി പാന്റിന് കഞ്ഞി മുക്കുന്നത് ഞങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന്. ഞങ്ങൾക്കറിയണം. ഈ രാഷ്ട്രപിതാവിനെ കൊന്നുകളഞ്ഞ സംഘടനയുമായി ബന്ധപ്പെട്ട്, അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് സ്വകാര്യ സംഭാഷണമാണ് നടത്തിയെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഗണേശനാണ് ഇപ്പൊ പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നത്. എന്ത് കേസിന്റെ പേരില? ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള കേസിന്റെ പേരിലാണല്ലോ. അപ്പോ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നിട്ടും ആ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിൽ ഒപ്പിടുമെന്ന് പറഞ്ഞ പിണറായി വിജയനെതിരെ അന്വേഷിക്കാൻ എന്താ നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾക്ക് ഇതുവരെ കഴിയാത്തത്? വീണ വിജയന്റെ മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് എവിടം വരെയായി? എന്ത് നടപടിയാണ് സ്വീകരിച്ച്? സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് തൃശ്ശൂർ വന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചില്ലേ? എന്ത് നടപടിയാണ് എടുത്തേ? മറുപടി പറയണ്ടേ BJPയുടെ പ്രതിനിധികൾ? നിങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, CPIക്ക് പിണറായി വിജയനും CPMഉം LDFിൽ ഒരു വിലയും നൽകില്ലെന്ന്. തീർച്ചയായിട്ടും ശരിയാണ്. പ്രകാശ് ബാബുവിനല്ല, CPIയുടെ ഒരു നേതാക്കന്മാർക്കും, ആനി രാജയ്ക്കോ ബിനോയ് വിശ്വത്തിനോ ഇവർക്കാർക്കും LDFിൽ ഒരു വിലയും നൽകില്ല. കാരണം എന്താ? LDFിൽ വില നൽകുന്നത് പിണറായി വിജയനും RSSനും മാത്രമാണ്. RSSന് കൊടുക്കുന്ന വില പോലും CPIക്ക് LDFിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അത് ഗണേശ് പ്രത്യേകം അത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ജയചന്ദ്രൻ ഇപ്പൊ നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ ശ്രീ അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായോ സാങ്കേതികമായോ തടസ്സങ്ങളില്ല, ധാർമ്മികമായ തടസ്സങ്ങൾ പോലും ഇല്ല എന്നതാണ്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരാളെ മാറ്റാൻ നമുക്കെന്താണ് പ്രയാസം എന്ന് അൻവർ ചോദിക്കുന്നു. അത് ആർക്കും മനസ്സിലാവുന്നില്ല. നോക്കൂ, അൻവർ പറഞ്ഞൊരു പ്രധാന കാര്യം, കേരളത്തിലെ മനുഷ്യർ അരിയാഹാരം കഴിക്കുന്നവരാണ്, അവരുടെ സംശയത്തെ ബലപ്പെടുത്തുന്ന ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വെച്ചാൽ അദ്ദേഹത്തെ മാറ്റാതെ വഴിയില്ലെന്നാണ്.
CPI-ക്കാരും നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ. അവരന്നുന്നയിച്ചതും ഇപ്പോൾ പറയുന്നതും ഒരേ കാര്യമാണ്. രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിന് അന്വേഷണ റിപ്പോർട്ടുകളെ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന്. എന്നിട്ടും RSSകാരെ കണ്ട ആളെ സംരക്ഷിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നിൽ RSS എന്താണെന്നും അവരുടെ പരിപാടി എന്താണെന്നും CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വിജയദശമിക്ക് ഡ്രമ്മും കൊട്ടിപ്പോകുന്ന ഒരു സംഘം മാത്രമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നു. ഒന്നുകിൽ CPM, അതിനപ്പുറത്തേക്കൊന്നും RSS-ന് ചെയ്യാൻ ശേഷിയില്ല എന്നാണ് അവരുടെ പരിമിത ബോധ്യം. അതുമല്ലെങ്കിൽ പിന്നെ RSS-നെ കാണാൻ പോയത് പിണറായി വിജയന്റെ ഏർപ്പാടിനാണ്. അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം ഇങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം CPM-ന് തന്നെ മുൻകാല നിലപാട് ഇത്തരക്കാർ നമ്മുടെ കൂട്ടത്തിൽ വേണ്ട എന്നുള്ളതാണ്. പിന്നെ നിഷാദെ, താങ്കളുടെ ചോദ്യത്തിലേക്ക് മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ജിൻഡോയുടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ശ്രീ ജിൻഡോ ജോൺ, താങ്കളെപ്പോലെ തന്നെ ഞാനും മീഡിയ വൺ ചാനലിൻ്റെ ഈ ചർച്ചയിൽ ഒരു ഗസ്റ്റായിട്ട്, ഒരു പാനലിസ്റ്റായിട്ട് ക്ഷണിക്കപ്പെട്ട് വന്ന ആളാണ്. അതായത് താങ്കൾ ആരാണെങ്കിലും എന്താണെങ്കിലും ഈ പാനലിലുള്ള മറ്റാരാണെങ്കിലും എന്താണെങ്കിലും എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് ആണുള്ളത്. അതാദ്യം ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നെ ഞാൻ പക്ഷമില്ലാത്ത ആളല്ല, വ്യക്തമായും പക്ഷമുണ്ട്. ഞാനൊരു നിഷ്പക്ഷനേ അല്ല. ഞാൻ എവിടെയെങ്കിലും നിഷ്പക്ഷനാണെന്ന് പറഞ്ഞ് എവിടെയും വന്നിട്ടുമില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ചാനലിൻ്റെയും വാതുക്കൽ ചെന്ന് അപേക്ഷ കൊടുത്ത് മുട്ടി വിളിച്ചിട്ടല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവരെന്നെ വിളിക്കുന്നു, എനിക്ക് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ എല്ലാ സൗകര്യവും അറിയിക്കും. അതാണ് പൊതുവിൽ ചെയ്തു പോരുന്നത്. എല്ലാ ചാനലുകളും എല്ലാ പാനലിസ്റ്റുകളുടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്നിട്ട് വ്യക്തിപരമായി ആക്ഷേപിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ വാക്കുകളെക്കാളും വളരെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ ചർച്ചയിൽ പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ്. അതിനുള്ള ഭാഷ ആവോളം കയ്യിലുള്ള ആളാണ് ഞാൻ. പക്ഷേ അത് ഞാൻ ചെയ്യാത്തത് താങ്കളോടല്ല എനിക്ക് ഉത്തരവാദിത്വം, ഈ ചാനലിനോടാണ് ഉത്തരവാദിത്വം എന്നുള്ളതുകൊണ്ടാണ്. അതെങ്കിലും മിനിമം മനസ്സിലാക്കിയാൽ നല്ലത്. അത്രേ തൽക്കാലം ഇപ്പോൾ പറയുന്നുള്ളൂ. അത് അവിടെ കൊണ്ട് അത് നിർത്തുന്നു. പിന്നെ നിഷാദിൻ്റെ ചോദ്യത്തിന് മറുപടി അതിലേക്കാണല്ലോ, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രീ അൻവർ, നിഷാദെ ഒരു പ്രശ്നമുള്ളതേ അതുകൊണ്ട് ഒന്ന് പറയാൻ അനുവദിക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ മീഡിയ വണ്ടി ചർച്ച ചെയ്യുമ്പോൾ അൻവറിൻ്റെ ഒരു ഇഷ്യൂ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ എന്നുള്ളതിനൊക്കെയാണ് അൻവർ ഈ പ്രശ്നങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാനും PV അൻവർ MLA-യും തമ്മിൽ ഫോണിൽ സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ ആ പറഞ്ഞതിൽ മീഡിയ വൺ ചാനൽ ആ പറഞ്ഞതിൽ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മീഡിയ വൺ ഇനി ഒരു ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായും താങ്കളുടെ വിയോജിപ്പ് ഞാൻ പറയുകയും ഞാൻ അങ്ങനെ പറഞ്ഞത് നിരവധി ഞാൻ പിൻവലിക്കുകയും ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബേസ് ചെയ്താണ് ആ താങ്കളുടെ വിഷയം, PV അൻവറിനേക്കുന്ന വിഷയം എന്നുള്ള കാര്യം ഞാൻ നിരുപാധികം ഇവിടെ ഈ ചർച്ചയിൽ പിൻവലിക്കുകയാണ് എന്നുള്ള വിവരം കൂടെ ഈ ചർച്ചയിലൂടെ അറിയിക്കുകയാണ്. അത് പിന്നെ എനിക്ക് അൻവറിനോടുള്ള അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം, അതുകൊണ്ടാണ്. പിന്നെ ഈ പ്രശ്നത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നിഷാദെ, ഒട്ടും വൈകില്ല താങ്കൾ ഉന്നയിച്ച ആ തീരുമാനത്തിന്. അതായത് ADGP ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്. പക്ഷേ അതിന് വ്യക്തമായ ചില വ്യവസ്ഥകളും നടപടികളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടാവണം. അത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആവശ്യമല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയിൽ നിന്ന് സംരക്ഷിക്കാനാണെന്നും ഇവിടെ ലാവ്ലിൻ കേസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ നേരത്തെ പറഞ്ഞു നോക്കി. അതൊക്കെ പൊളിഞ്ഞു പോയി. കാര്യം അതും ഇതുമായിട്ട് ടൈം ലൈൻ ഒന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് പിന്നെ പ്രതിപക്ഷം ആ വിഷയങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ അല്ലാതുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ, അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല, പാടില്ല. അത് തുടരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ QV ആണ് നാളെ ആരംഭിക്കുന്നത്, വിജിലൻസ് അന്വേഷണത്തിൻ്റെ QV. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റ് നടപടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉടനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അതുണ്ടാവാതെ പോവുകയുമില്ല. പക്ഷേ ഈ ഓൾ ഓഫ് എ സഡൻ എന്നുള്ള നിലയിലല്ല അത് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രൊസീഡിങ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഇഴഞ്ഞു നീങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞത്രേ. ഏതാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫയൽ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് പിന്നീടാണെങ്കിലും ഇത് കാണാവുന്നതാണ് മീഡിയ വണ്ടി ചർച്ച. അതിൽ നോക്കണം ഞാൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന്. ഞാൻ പ്രകാശ് ബാബു പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങളൊന്നും വൈകുന്നില്ല എന്നായിരുന്നു താങ്കളുടെ സ്റ്റേറ്റ്മെന്റ്. വൈകുന്നില്ല എങ്കിൽ പിന്നെ ഇഴഞ്ഞു നീങ്ങുകയാണോ ചെയ്യുന്നതെന്നോ മറ്റോ ആണ് ജിൻഡോ അതിന് ഒരു മറുപടിയായി പറഞ്ഞു. താങ്കൾ ഇഴഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞില്ല.
ഓക്കെ ഞാൻ അങ്ങനെയാണ് ധരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അക്കാര്യത്തിൽ ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് എയർലിയർ ദ ബെറ്റർ എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിനതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. അല്ല, CNP ചെക്കുട്ടി, ഇതിനകത്ത് സർക്കാർ സമയമെടുക്കുകയാണ്. ഇതിനു മുമ്പും പല കാര്യങ്ങളിലും വൈകി തീരുമാനങ്ങൾ എടുത്ത ഒരു പതിവുള്ള സർക്കാരാണ്. ചില കാര്യങ്ങൾ അങ്ങനെ എടുക്കാതെയും ഇരുന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇതിനകത്ത് CPM കാണുന്ന ഒരു കാര്യം? കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കഴിഞ്ഞ ഒരു 8 വർഷത്തിനിടയ്ക്ക് ലെഫ്റ്റ് എന്ന ആശയം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സന്ദർഭമാണ്, ചരിത്ര സന്ദർഭമാണിത്. കാരണം അതിനകത്ത് ആഭ്യന്തരമായി തന്നെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണല്ലോ. അതിൽ തന്നെ അൻവറിൻ്റെ കോസിനോട് ചേർന്ന് നിൽക്കുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷക്കാരും എന്നതുകൂടി ഈ സന്ദർഭത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നിട്ടും ഈ ടൈം എടുക്കുന്നത് സില്ലി ഈഗോ ഇഷ്യൂസ് ആണോ? അങ്ങനെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു ബഹളം ഉണ്ടാക്കിയാൽ അൻവറിൻ്റെ ഒരു ബഹളത്തിൻ്റെ തൊട്ടു പിന്നാലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ എന്നുള്ള ഈഗോയാണോ? അതോ അതിനപ്പുറത്ത് ഈ സാങ്കേതികത, ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരിന് പലതരത്തിലുള്ള സ്റ്റെപ്സ് കടന്നു പോവേണ്ടതുണ്ട്, ചാടിക്കയറി തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന വിശദീകരണമൊക്കെ ഉണ്ടല്ലോ. ചാടിക്കയറി തീരുമാനമെടുത്ത ഘട്ടമുണ്ട്, ഇതിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പലയിടത്തും ആൾക്കാർ എടുക്കുന്ന തീരുമാനം നമ്മൾ കാണുന്നുമുണ്ട്. സത്യത്തിൽ ഇതിനകത്ത് ഈ സാങ്കേതികത, നിയമം, സർക്കാർ, അത് അത്തരം ഘടകങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അതോ വേറെന്തെങ്കിലും ഉണ്ടാവാൻ? കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ADGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റണമെങ്കിൽ ഒരു സർക്കാരിന് എത്ര സമയം വേണമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസമായിട്ട് ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് വന്നിരിക്കുന്ന വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവരെ പോയി കണ്ടു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ADGP ലോ ആൻഡ് ഓർഡർ തലപ്പത്തുള്ള ആൾ വലിയ കൊള്ള നടത്തിയതായിട്ടാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അതിപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം, അത് അന്നേ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് വഴി ഈ ഉദ്യോഗസ്ഥനോട് സർക്കാരിന് പ്രത്യേകമായ പ്രതിപത്തിയോ സ്നേഹമോ താല്പര്യമോ ഉണ്ട് എന്നൊരു ധാരണയാണ് പരക്കുന്നത്. അത് ശരിയല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ആൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസർ ആയിരിക്കണം എന്നൊരു യാതൊരു തർക്കവുമില്ല. ആ ഓഫീസറെ മാറ്റാൻ സർക്കാരിന് പറ്റുന്നില്ല, അർത്ഥം സർക്കാരിന് ചില കുഴപ്പങ്ങളുണ്ടെന്നാണ്. അതിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു മാസം എടുക്കും ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണ് സെൻകുമാറിൻ്റെ കാര്യത്തിൽ ഒരു 24 മണിക്കൂർ എടുത്തിട്ടില്ല നടപടിയെടുത്ത് DGP സ്ഥാനത്ത് പുറത്തു കളയാൻ വേണ്ടി? അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരിന് അല്ലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് നടപടിയെടുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്, അദ്ദേഹം നടപടിയെടുത്ത ചരിത്രമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം നടപടിയെടുക്കുന്നില്ല എന്നത് വഴി അദ്ദേഹം പൊതുസമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നു. ആ സന്ദേശത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അത് ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള വളരെ സംശയാസ്പദമായ ചില സന്ദേശങ്ങളാണ്. അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇനിയെങ്കിലും ആ സർക്കാരുണ്ട്, നടപടിയെടുക്കും എന്ന് പറയുന്നു. എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് എനിക്കിപ്പോൾ അതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഗണേഷ്, ഈ RSSൻ്റെ ആളുകളെ കണ്ടു എന്നതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ആരോപണം. വേറെ ആരോപണങ്ങളുണ്ട്, പക്ഷേ ഇദ്ദേഹത്തെ ഇമ്മീഡിയറ്റായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഘടകകക്ഷികൾ മുന്നോട്ട് വെക്കുന്ന റീസൺ RSSകാരെ കണ്ടു എന്നുള്ളതാണ്. നോക്കൂ, സാധാരണ നിലയ്ക്ക് മാറ്റേണ്ടതല്ലേ ഗണേഷ്? പക്ഷെ മാറ്റുന്നില്ല. നിങ്ങളെ കണ്ടു, നിങ്ങളുടെ ആളുകളെ കണ്ടു എന്നതിൻ്റെ പേരിൽ ഒരാൾ CPM-നാൽ സംരക്ഷിക്കപ്പെടുകയാണ്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, അങ്ങനെ ചോദിക്കുന്നവർക്ക് മുന്നിലുള്ള ഉത്തരം വളരെ വ്യക്തവുമാണ്. ഇവിടെ അതിന് മുന്നേ ഒരു കാര്യം, ജിൻഡോ ഇവിടെ ആക്രോശിക്കുന്നത് കണ്ടു, ഗാന്ധി വധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല, കാരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ജിൻഡോയ്ക്ക് ഇപ്പോൾ ഈ എന്താ പറയുക, ഈ രഹസ്യ ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പറയുന്നത് കേട്ടു. RSS നേതാവിനെ രഹസ്യമായി കണ്ടു, രഹസ്യ ചർച്ചകൾ നടത്തി, അതൊക്കെ തോന്നും, ജിൻഡോയ്ക്ക് തോന്നും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജിൻഡോൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്തൊക്കെ പോയിട്ട് ഇത്ര ഇന്ത്യാവിരുദ്ധ രഹസ്യ ചർച്ചകളും ഇന്ത്യാവിരുദ്ധ പരാമർശങ്ങളും ഒക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട ആൾക്ക് അത് തോന്നും, സ്വാഭാവികമാണ്, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ RSSനെ കണ്ടു എന്നത് ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ CPIയുടെയും CPM-ൻ്റെയും ഒക്കെ ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. അത് അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ നേരത്തെയും ആദ്യവും സൂചിപ്പിച്ച ഒരു കാര്യം, അതിനും വലിയൊരു ഇതാണ്, അഴിമതി ആരോപണമാണ് ADGPക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് മുഖ്യമന്ത്രിയുടെ ഈ ഇതിലെ MLA തന്നെ പറയുന്ന, അല്ലെങ്കിൽ അതിലെ ഘടകകക്ഷികൾ തന്നെ പറയുന്ന ADGPക്കെതിരെ അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ അന്വേഷണം വേണം. അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടായിരുന്നു അന്വേഷണം വേണ്ടിയിരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ പോലീസ് ഇവിടെ MLAക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം ചെറിയ ആരോപണമൊന്നുമല്ല, ഞാൻ വീണ്ടും പറഞ്ഞു, ചെറിയ ആരോപണമല്ല. തീവ്രവാദ സംഘടനകളുമായിട്ടും ഇവിടുത്തെ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടും ബന്ധമുണ്ട് എന്ന് ഒരു MLAക്കെതിരെ ആരോപണം വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ MLAക്കെതിരെ ഇവിടെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നില്ല, ആ അന്വേഷണം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ എപ്പോഴും RSSനെ കണ്ടു, RSSനെ കാണുകയും RSS അങ്ങോട്ട് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും.
ലെഫ്റ്റിനകത്ത് വലിയ കോലാഹലം ഉണ്ടാകുന്ന RSSനെ കാണാൻ പാടണമെന്ന് ചോദിച്ചു. പക്ഷെ എന്നിട്ടും പിണറായി വിജയൻ നിങ്ങളെ കണ്ടു എന്നതിന്റെ പേരിലുള്ള സംരക്ഷിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾക്കൊന്നും തോന്നണ്ടെന്ന്. തൊട്ടുകൂടായ്മ ഇല്ലല്ലോ ഇവിടെ തൊട്ടുകൂടായ്മയുള്ള നാടാണോ നമ്മുടെ നാട്? തൊട്ടുകൂടായ്മ, ഇത് തൊട്ടുകൂടായ്മയ്ക്കട്ടെ അപ്പുറത്താണല്ലോ കണ്ടുകൂടായ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല എന്നതാണ് തൃശ്ശൂരിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു കോംപ്രമൈസിനുമില്ല, ഒരു ബന്ധത്തിനുമില്ല, ഒരു കൂടിക്കാഴ്ചയ്ക്കും ഇല്ല എന്ന് മുദ്രാവാക്യം ഉയർത്തിയിട്ട് നാട്ടുകാരുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു ഭരണകൂടം അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഒരാളെയും തൊട്ടുകൂടായ്മയില്ല, ഒരാളെയും കണ്ടുകൂടായ്മയില്ല. ഞങ്ങൾ എല്ലാവരെയും കണ്ടുകൊണ്ടേയിരിക്കും. ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അവരെ ഞങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അവരെ എന്താ പറയുക, ഞങ്ങളുടെയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ പ്രവർത്തനമാണ്. ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു രഹസ്യ സ്വഭാവവുമില്ല. രഹസ്യ സ്വഭാവമൊക്കെ ജിൻഡോന്റെ പാർട്ടിക്കാണുള്ളത്. വിദേശത്ത് പോയിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം. ഇന്നും ഒരു ട്രെയിൻ അട്ടിമറി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച് ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള വിദേശ ശക്തികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാവിധ പിന്തുണയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പ്രവർത്തിക്കുന്ന കഥയൊക്കെ പറയും. നമ്മൾ എത്രയോ കാലം പുറയും തുടങ്ങണം എന്ന ചോദ്യമുണ്ട്. അതുപോട്ടെ. അല്ല, ജിൻഡോ ജോൺ, ഇവിടെ സർക്കാർ ഇത് വലിയൊരു പുകയാണ്, തീയാണ്. എല്ലാം കത്തിക്കഴിയുമ്പോൾ തീ താനേ അടങ്ങും, അത്രയും പരിഗണിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നൊരു മൂഡിലാണോ സർക്കാർ? എന്ന് വെച്ചാൽ ഇത് എല്ലാം കത്തിയ പിന്നെ അവസാനം അടങ്ങുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനെ പല വിമർശനങ്ങളും ഉണ്ടായ സമയത്ത് സർക്കാരിൻ്റെ ഒരു പൊതുവായ സമീപനം അതായിരുന്നു, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ. ഇതിലും അദ്ദേഹം അവലംബിക്കാൻ ആഗ്രഹിക്കുന്ന മാർഗം അതാണെന്ന് തോന്നുന്നുണ്ടോ? നിഷാദെ, അതിനു മുമ്പ് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ബഹുമാന്യനായ ജയേന്ദ്രൻ സാറിന് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും താങ്കളെ വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താങ്കളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് താങ്കൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. കാരണം ഞാൻ താങ്കളെ ഒരിക്കൽ പോലും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഒരു വാക്കുപോലും പ്രയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രതിനിധികളെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് ഈ വിഷയത്തിൽ അഡ്രസ് ചെയ്യാൻ വരുന്നില്ല. പകരം പ്രതിനിധികളെ വിടുന്നു. ആ പ്രതിനിധികൾ എത്രത്തോളം പ്രയാസപ്പെടുന്നു എന്നുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്. അത് താങ്കളുടെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചാനലുകളിലും ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. താങ്കളെ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. പിന്നെ താങ്കൾ എന്നെ തിരുത്താനെടുത്ത ആ ആവേശവും ആർജവും താങ്കൾ ഒരു പക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നു. ആ പക്ഷത്തെ തിരുത്താൻ എടുത്തിരുന്നെങ്കിൽ, താങ്കൾ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷം കുറെ കൂടി നിലപാടുള്ള പക്ഷമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നട്ടല് നിവർത്തി തല ഉയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള ബോധ്യം താങ്കൾക്ക് കൂടി ഉണ്ടാകേണ്ടതാണ്. പിന്നെ ഈ താങ്കൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, ചില മാനദണ്ഡങ്ങളുടെ ചില വ്യവസ്ഥകളുടെ പേരിൽ മാത്രമേ ADGPയെ മാറ്റാൻ പറ്റൂ. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ആ മാനദണ്ഡവും വ്യവസ്ഥയും ADGP MR അജിത് കുമാറും RSSന്റെ നേതാക്കന്മാരും തീരുമാനിക്കും. അത് തീരുമാനിച്ചതിന് ശേഷം പിണറായി വിജയൻ നടപ്പാക്കാനായിരിക്കാം ഈ കാലതാമസം എടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി രണ്ടാമത്തത്, ഈ ഭരണപക്ഷ MLAക്ക് പോലും കേരളത്തിൽ ജീവിക്കണമെങ്കിൽ തോക്ക് ലൈസൻസ്, തോക്ക് അനുവദിച്ച് കിട്ടണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ RSS വിരുദ്ധരായിട്ടുള്ള, RSSനോട് ആശയപരമായിട്ട് വലിയ രീതിയിൽ എതിർക്കുന്ന ഞങ്ങളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് എന്ത് നീതി കിട്ടുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇനി BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അഴിമതിയാണ് പ്രധാന പ്രശ്നമെന്ന്. ഞാൻ പറയുന്നു, അഴിമതി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ അഴിമതിയേക്കാൾ വലിയ പ്രശ്നമാണ് RSSുമായിട്ട് ചെങ്ങാത്തം പുലർത്തുന്ന, അടുപ്പം പുലർത്തുന്ന ADGP ഒരു മാർക്സിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പറയുന്നത് അഴിമതിയേക്കാൾ വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. പിന്നെ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അൻവറിനെതിരെ കേസെടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. ഫോൺ ചോർത്തിയതിന് അൻവറിനെതിരെ കേസെടുക്കണം. അത് പറയാൻ BJPക്ക് അവകാശമില്ല, ഞങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം നിങ്ങൾ പെഗാസസ് ഉപയോഗിച്ച് നാട്ടിലെ ആളുകളെ മുഴുവൻ ചോർത്തിയ ആളുകളാ. അപ്പൊ നിങ്ങൾക്കത് പറയാൻ അവകാശമില്ല, ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഞങ്ങൾ പറയുന്നു അൻവറിനെതിരെയും അക്കാര്യത്തിൽ കേസെടുക്കണം. പക്ഷേ അൻവറിനെതിരെ കേസെടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അൻവർ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ അഡ്രസ് ചെയ്യാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറാകണം. കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് പ്രതിപക്ഷം നിരന്തരം ഉയർത്തിയിട്ടുള്ളതാണ് RSSുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ചിട്ട്. അപ്പോഴൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരു അൻവർ പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ തിരുത്തും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ തിരുത്തുന്നില്ല. ഇനി നിങ്ങൾ പറയുന്നത് അട്ടിമറി രാഷ്ട്രീയത്തെ കുറിച്ചാണ് കോൺഗ്രസ് നടത്തുന്നത്. ഈ നരേന്ദ്രമോദിയുടെ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു പാവപ്പെട്ട രാഹുൽ ഗാന്ധി രഹസ്യ യോഗം ചേർന്ന് അട്ടിമറി നടത്തി എന്ന് പറയാൻ നാണമില്ല ഗണേഷ്? നാണമില്ലേ? നിങ്ങൾ നോട്ട് നിരോധിച്ചത് ഈ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ? ദിനം പ്രതി കാശ്മീരിൽ അക്രമം നടക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ? ഒരു
ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞ് ഒരു സംസ്ഥാനത്തെ 2-3 കഷ്ണമാക്കിയില്ലേ നിങ്ങൾ? എത്ര വർഷത്തിന് ശേഷം സുപ്രീം കോടതി അതുകൊണ്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയാതിരിക്കുന്നത് സർക്കാരിന് RSSുമായിട്ട് രഹസ്യബന്ധം നിലനിർത്തേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ജിൻഡോയുടെ പോയിന്റ്. അത് ദൂരീകരിക്കാൻ കഴിയുമോ വളരെ വേഗത്തിൽ നടപടി എടുത്തുകൊണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ഭരണകൂടം. എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് കാണണം. ഞാൻ അവസാനിപ്പിക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ട് താങ്ക് യു ശ്രീ ജിൻഡോ ജോൺ, ജയചന്ദ്രൻ, ശ്രീ NP ചെക്കുട്ടി, ശ്രീ ഗണേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിനോട്